ആറാം നൂറ്റാണ്ടിലെ സ്ത്രീവിരുദ്ധത പിന്തുടരുന്നവർക്കെതിരെ പ്രതികരിക്കാൻ അഭിനവ പുരോഗമനക്കാർക്ക് ഭയമോ? മലപ്പുറത്ത് സമസ്തയുടെ പ്രസിഡന്റ് MT അബ്ദുൾ മുസ്ലിയാർ ഒരു 10ാം ക്ലാസ്സുകാരി പെൺകുട്ടിയെ വേദിയിൽ പരസ്യമായി അപമാനിച്ചത് കടുത്ത സ്ത്രീവിരുദ്ധതയും ലിംഗവിവേചനവും പുരുഷ മേൽക്കോയ്മകളും ഇന്നും ചിലർക്കിടയിൽ കൊടികുത്തി വാഴുന്നു എന്നതിന് മകുട ഉദാഹരണമാണ്. സ്ത്രീയെ അടിമയും ഉപഭോഗവസ്തുവുമായി മാത്രം കാണുന്നവരുടെ പ്രസംഗങ്ങളിൽ സ്ത്രീയെക്കുറിച്ചുള്ള ബഹുമാനങ്ങളോ ആദരവുകളോ തെല്ലുമില്ലാതെ നീചവും നിന്ദ്യമായിട്ടുള്ളതും സ്ത്രീ പുരുഷന്റെ കൃഷിയിടം മാത്രമാണെന്നും പുരുഷന്റെ ഇംഗിതങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുവാനുള്ള ശയ്യോപകരണങ്ങൾ മാത്രമാണ് എന്നുള്ളതും അവളെ താൽക്കാലികമായി വിവാഹം കഴിച്ചിട്ട് ആവശ്യമില്ലെന്ന് തോന്നിയാൽ ഒഴിവാക്കാമെന്നും പറയുന്ന പുരുഷ കേന്ദ്രീകൃത ലൈംഗികതയുടെ അരാജകത്വ ബോധമാണ് പിന്തുടരുന്നത്. പരലോകത്തിൽ പോലും എണ്ണമറ്റ ഹൂറികളെ അണിനിരത്തി പുരുഷന്റെ ആസക്തികളെ ശമിപ്പിക്കുന്ന അത്യന്തം അരാജകത്വം നിറഞ്ഞ ചിന്താധാരകൾ അവർ പേറി നടക്കുന്നു. പക്ഷേ സാധാരണക്കാരെ ഞെട്ടിച്ചു കളഞ്ഞ അനുഭവം എന്തെന്നാൽ ഈ സംഭവത്തിൽ പ്രതികരിക്കാനോ വേദിയിൽ അവമാനിക്കപ്പെട്ട ആ കൊച്ചു പെൺകുട്ടിക്ക് പിന്തുണയും ഐക്യദാർഢ്യവും നൽകാനോ ഇടത് വലത് പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തിച്ചർച്ചയ്ക്ക് ചാനലുകളിൽ കളം നിറഞ്ഞാടാറുള്ള ഒരു സാംസ്കാരിക നായകന്മാരെയും പതിവ് പ്ലാറ്റ്ഫോമുകളിൽ കണ്ടില്ല എന്നതുകൊണ്ടാണ്. ഒരു പ്രമുഖ ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുത്ത ആനി രാജി എന്ന ഇടത് സഹയാത്രിക മാത്രമായിരുന്നു മേൽപ്പറഞ്ഞ ആരോപണങ്ങൾക്ക് അപവാദം. സംഭവത്തിൽ കാട്ടുന്ന നിർവികാരതയെ ചോദ്യം ചെയ്തുകൊണ്ട് പൊതുസമൂഹം ഉണർന്നപ്പോൾ ദിവസങ്ങൾ വൈകിയാണെങ്കിലും പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിക്കും അഭിനന്ദനങ്ങൾ. കാരണം ഇത്തരം പ്രതികരണങ്ങൾ പൊതുവെ അവരിൽ നിന്ന് ഉണ്ടാകാറില്ല. എന്നിട്ടും ലീഗ് മേനവന്മാർക്കോ മലപ്പുറത്തെ സാംസ്കാരിക മേലാളന്മാർക്കോ നാവാട്ടമുണ്ടായിട്ടില്ല. മാത്രമല്ല അവരിൽ ചിലർ ന്യായീകരണ തൊഴിലാളികളായി രംഗത്ത് വരികയും ചെയ്തു. സാധാരണ എവിടെയെങ്കിലും ഒരു സ്ത്രീ അപമാനിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സംഭവങ്ങൾ അരങ്ങേറിയാൽ അപ്പോൾ തന്നെ ഇരയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗിന്റെ അകമ്പടിയോടെ ഇരവാദവും തേങ്ങലുമായി വന്ന് സ്വന്തം പ്രസ്ഥാനത്തിന്റെ സ്ത്രീ സുരക്ഷാ അവദാനങ്ങളെ കൊട്ടിപ്പാടി സാമൂഹ്യ മാധ്യമങ്ങളുടെ ഭിത്തിച്ചുമരുകളിൽ വലിയ വേലിയേറ്റം തീർക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് യുവ തുർക്കികളെയോ ഇന്നലെ ഒരു ചാനലിലെയും ഡിസ്കഷൻ ചേംബറിൽ കണ്ടില്ല. ചർച്ചയ്ക്ക് വന്നവരാകട്ടെ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ചാഴി എന്ന് പറയുന്ന മാതിരിയുള്ള വാദഗതികളുമായി സമസ്ത പണ്ഡിത കുലപതി മേപ്പടി മുസ്ലിയാരുടെ ഉമ്മറത്തിട്ടൂരത്തിന് പരമാവധി പിന്തുണ നൽകാൻ ശ്രമിച്ചു. അവിടെ കിടന്ന് കുഴഞ്ഞുരുണ്ടു. അതിൽ സ്ത്രീകളും വ്യത്യസ്തരായിരുന്നില്ല. മുസ്ലിയാർ എത്ര വലിയ പണ്ഡിതനായിരുന്നാലും കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നത വിജയം നേടിയ പെൺകുട്ടിയെ വേദിയിൽ വെച്ച് തന്നെ അപമാനിച്ചതിനെതിരെ പ്രതികരിക്കാനോ അത് കടുത്ത സ്ത്രീവിരുദ്ധതയും ലിംഗവിവേചനവും പുരുഷ മേൽക്കോയ്മയുമാണെന്ന് പറയാനോ ആരുടെയും നാവ് പൊന്തിയില്ല. ബിഷപ്പ് ഫ്രാങ്കോ കേസിൽപ്പെട്ട സമയത്ത് അദ്ദേഹത്തിനെതിരെ തെരുവിലിറങ്ങിയ വിമൻസ് ജസ്റ്റിസ് ഫോറത്തിന്റെ നീതിമതികളായ താത്തമാർക്കും നന്നായി പഠിച്ച് മാർക്ക് വാങ്ങി ജയിച്ച് അതിന് സ്വന്തം സമുദായം നൽകുന്ന പരിഗണന തെല്ല് അഭിമാനത്തോടെ ഏറ്റുവാങ്ങാൻ വന്ന ആ മിടുക്കിയായ പെൺകുട്ടി വേദിയിൽ ഒരു അസഹിഷ്ണു വൃദ്ധനാൽ അപമാനിക്കപ്പെട്ടപ്പോൾ നാവാട്ടം മുട്ടിപ്പോയി, പോരാട്ടം മറന്നുപോയി, പ്രതിഷേധം അറ്റുപോയി. കഷ്ടം തന്നെ. എന്തുകൊണ്ടാണ് സാംസ്കാരിക കേരളത്തിലെ നവോത്ഥാന നായകന്മാർക്ക് ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കാൻ കെൽപ്പില്ലാതെ നാവും പേനയും ഒരുപോലെ നിശ്ചലമായി പോയതെന്ന് ചിന്തിച്ച് ആരും ഒത്തിരി തല പുണ്ണാക്കേണ്ട. അവർ ആളും തരവും നോക്കിയേ പ്രതികരിക്കൂ. ഇതങ്ങ് വടക്കേ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. കേരളത്തിലെ കാര്യമാണെങ്കിൽ മതവും സമുദായവും നോക്കണം. അല്ലെങ്കിൽ രണ്ടുണ്ട് പ്രശ്നം: വരുമാന നഷ്ടവും മാനഹാനിയും. ഒരുപക്ഷെ തടിയും കേടായി എന്ന് വരാം. വടക്കേ ഇന്ത്യ തന്നെ വേണം എന്നില്ല. ക്രൈസ്തവ സഭയിലെ ഏതെങ്കിലും വ്യക്തിയാണെങ്കിലും ചാടി പ്രതികരിക്കാൻ അവർക്ക് 100 വട്ടം സമ്മതം. അതെ, ദീപസ്തംഭം മഹാശ്ചര്യം. ഞങ്ങൾക്കും കിട്ടണം പണം, അത്രയുള്ളൂ കാര്യം. നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ തന്നെ ഇരുവാദ കോലാഹലങ്ങളുമായി അലറി വിളിക്കുന്ന ഇടത് വലത് സാംസ്കാരിക നായകന്മാരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം എന്തിന്?